ഹായ് ഓൾ, വെൽക്കം ടു AECS ഓൺലൈൻ ക്ലാസ്. അപ്പൊ നമ്മള് പാറ്റേൺസിന് ചെറിയൊരു ഹോംവർക്ക് കൂടെ മിച്ചമുണ്ട് അല്ലെ? എല്ലാവരും പേജ് നമ്പർ 38 എടുത്തേ. കേറ്റു ഹാസ് മേഡ് സം പാറ്റേൺസ് ബൈ കളക്ടിങ് ലീവ്സ്. കേറ്റു എന്താണ് കുറച്ച് ഇലകൾ കളക്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടില്ല? നോക്കി ആ രണ്ട് പിക്ചർ കണ്ടില്ല ടെക്സ്റ്റില് പേജ് നമ്പർ 38 നോക്കി. Now you also collect some leaves and arrange them with different patterns. നിങ്ങളും കുറച്ച് ഇലകളൊക്കെ കളക്ട് ചെയ്തിട്ട് പല പല പാറ്റേൺസ് ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. ഓൾസോ ഡ്രോ പാറ്റേൺസ് യൂസിങ് മാച്ച് സ്റ്റിക്സ്. അതെല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മുടെ തീപ്പെട്ടിക്കമ്പില്ലേ, തീപ്പെട്ടിക്കമ്പ് മാച്ച് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് എല്ലാവരും പല പാറ്റേൺസ് ഉണ്ടാക്കാൻ ഈ ടെക്സ്റ്റിൽ തന്നെ എല്ലാവരും ഒരു 5 പാറ്റേൺ ഉണ്ടാക്കിയിട്ട് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് തരണം. മിസ് കുറച്ച് പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. കുറച്ച് തീപ്പെട്ടിക്കമ്പ് എനിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു പാറ്റേൺ ആക്കിക്കൂടെ? കുറച്ച് തീപ്പെട്ടിക്കമ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു, അതുപോലെ തിരിച്ചും അറേഞ്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തൂടെ? പിന്നെ ഈ പാറ്റേണിന്റെ കൂടെ നടുക്ക് ഞാൻ വേറെ തീപ്പെട്ടിക്കമ്പ് വെക്കുമ്പോ നോക്കി എനിക്ക് വേറെ പാറ്റേൺ കിട്ടിയില്ലേ? പിന്നെ വേറെ ഷേപ്പിൽ നോക്കി 6 സൈഡുള്ള കണ്ടില്ലേ ഒരു പാറ്റേൺ ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ? 6 തീപ്പെട്ടിക്കമ്പ് വെച്ച് ഒരു പാറ്റേൺ, പിന്നെ സെക്കൻഡ് പാറ്റേൺ, തേർഡ് പാറ്റേൺ. ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല തീപ്പെട്ടിക്കമ്പ് വെച്ചിട്ട്. അടുത്ത പാറ്റേൺ നോക്കി, ഒരു ലെയറിൽ ഇവിടെ ചെയ്തേക്കുന്നത്, എന്റെ താഴെ വേറൊരു ലെയർ വെച്ച് ചെയ്തേക്കുന്ന കണ്ടില്ലേ? ഇനി ഞാൻ ഒരു ബോക്സ് ഉണ്ടാക്കി കണ്ടില്ലേ? തീപ്പെട്ടിക്കമ്പ് വെച്ച് ഇതൊരു പാറ്റേൺ അല്ലേ? ഞാൻ വെറുതെ 2 തീപ്പെട്ടിക്കമ്പ് ഇങ്ങനെ വെച്ചാൽ ആ നേരെ പോകുന്ന ആ ലൈൻസ് ഒരു പാറ്റേൺ ആവത്തില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പാറ്റേൺ, ഇതാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലാത്ത വേറെ ഫിഗേഴ്സ് ആവാം, ഒരു 5 പാറ്റേൺ ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 38 ആ സ്പേസിൽ തന്നെ, ഈ സ്പേസിൽ തന്നെ വരച്ച് മിസ്സിന് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ഇട്ടിരണം കേട്ടോ. നോക്കി, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോകും. ചാപ്റ്റർ 6 ഫുട് പ്രിന്റ്സ്. എന്താണ് ഫുട് പ്രിന്റ്സ്? എന്താണ്? നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാൽപാദം, അതിന്റെ പാടുകൾ കണ്ടിട്ടുണ്ടോ? മണ്ണിലൊക്കെ നടന്നു പോകുമ്പോ അതിനെയാണ്. നമുക്ക് എല്ലാവർക്കും ഫുട് പ്രിന്റ്സ് ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും കാലില്ലേ? നടക്കുമ്പോ എന്താണ് മണ്ണിൽ പതിഞ്ഞ് നമ്മുടെ കാലിന്റെ അടയാളം ഇങ്ങനെ വരും അല്ലെ? നമ്മുടെ കാലിന്റെ അടയാളത്തിനെയാണ് ഫുട് പ്രിന്റ്സ് എന്ന് പറയുന്നത്. നോക്കി എല്ലാവരും. ബോലു ആൻഡ് ദ ഫുട് പ്രിന്റ്സ്. ബോലുവിന്റെ ബോലുവും അതുപോലെ ഫുട് പ്രിന്റുകളും. One day some baby animals were playing on a muddy road in a jungle. ഒരു ദിവസം കാട്ടില് ഒരു ചെളിയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് കുഞ്ഞ് ആനിമൽസ്, സം ബേബി ആനിമൽസ് ഇങ്ങനെ കളിക്കുകയാണ്. കാട്ടിലാണ്, ചെളിയുള്ള സ്ഥലമാണ്. നോക്കിയേ. All of a sudden an elephant shouted, "Run!" എല്ലാവരും പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. എന്നിട്ട് ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആന പറയുകയാണ്, "Run, run! ഓടിക്കോ, ഓടിക്കോ! Go to your homes!" എല്ലാവരും പെട്ടെന്ന് വീട്ടിലോട്ട് പോകോ. ബോലു is coming to shoot with his camera. ബോലു വരുന്നുണ്ട്. എന്താണ്? ബോലുവിന്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. ബോലു ക്യാമറ വെച്ച് നമ്മളെല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട്, എന്താ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ബോലു വരുന്നുണ്ട്. അപ്പൊ അവര് ഓടിക്കോളാൻ പറയാ. So all the baby animals run away. അതുകൊണ്ട് എല്ലാ ആനിമൽസും, കുഞ്ഞായിട്ടുള്ള എല്ലാവരും കളിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനിമൽസും ഓടിപ്പോയി. When Bolu came with his camera, all he saw was the footprints of these animals. എന്താണ്? ബോലു വന്നപ്പോൾ അവിടെ ആനിമൽസ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. എല്ലാവരും ഓടിക്കളഞ്ഞു അല്ലെ? എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അവിടെ ഒരു ആനിമൽസും ഉണ്ടായിരുന്നില്ല. പകരം അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ഈ ആനിമൽസിന്റെ ഫുട് പ്രിന്റ്സ് അല്ലെ? കാലിലെ രേഖകൾ, കാലിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ആ താഴത്തെ ചെളി മണ്ണില് ഉണ്ടായിരുന്നു. Can you match the animals with their footprints? ഇനി നമ്മളോടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ ഫുട് പ്രിന്റ് കണ്ടിട്ട് ഏത് ആനിമൽസിന്റെ ഫുട് പ്രിന്റ് ആണെന്ന് കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. നോക്കി, കണ്ടില്ലേ? ഫസ്റ്റ് ഒരു വലിയ 4 കാൽപാദങ്ങൾ. നോക്കി, 4 കാലുള്ള വലിയ കാൽപാദങ്ങളുള്ള ആനിമൽ ഏതായിരിക്കും? ഈ എലിഫന്റിന്റെ ആയിരിക്കില്ലേ? നോക്കിയാ, ഈ എലിഫന്റിന്റെ കാലിന്റെ രേഖകളാണ് ഈ 4 എണ്ണം. ഈ എലിഫന്റിന്റെ കാലിന്റെ രേഖകളാണ് 1, 2, 3, 4. ഈ 4 എണ്ണം എലിഫന്റിന്റെ അല്ലെ? ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു 4 എണ്ണം ഉണ്ട്, പകുതിയേ ഉള്ളൂ. നോക്കി, ഇവിടെ ഇതിന്റെ ആയിരിക്കും? ഈ കൂട്ടത്തിലുള്ള ഏത് ആനിമലിന്റെ ആയിരിക്കും ഈ ഫുട് പ്രിന്റ്സ്? 1, 2, 3, 4. ഈ ടൈഗറിന്റെ ആയിരിക്കും അല്ലെ? ടൈഗറിന് 4 കാലല്ലേ?
അതിന്റെ ഫുട് പ്രിന്റ്സ് ആണ് ഇത്. നോക്കി ഇവിടെ 4 ചെറിയ ഫുട് പ്രിന്റ്സ് ഈ മൂലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കോർണർ നോക്കി, അത് ഇതിന്റെ ആയിരിക്കും, ഈ ഫ്രോഗിന്റെ ആയിരിക്കും അല്ലെ, ഈ ഫ്രോഗിന്റെ ഫുട് പ്രിന്റ്സ് ആയിരിക്കും അത്. നോക്കി ഇനി അടുത്ത പേജ്. Draw the footprints of a dog in this box. എന്താണ്? പട്ടിയുടെ അല്ലെങ്കിൽ ഡോഗിന്റെ ഫുട് പ്രിന്റ്സ് ഈ കാണുന്ന ബോക്സിൽ എല്ലാവരും ഒന്ന് വരക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ വരയ്ക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ചാൽ മതി. Make the footprints of your friend on the floor. Is it similar than yours? എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫുട് പ്രിന്റ്സ് ഒക്കെ ഒന്ന് നേരത്തെ കിട്ടുമോ എന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ആ ഫുട് പ്രിന്റ്സും നിങ്ങളുടെ ഫുട് പ്രിന്റ്സും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. രണ്ട് ഈക്വൽ ആയിരിക്കോ? സിമിലർ അല്ലേ? രണ്ട് ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കത്തില്ലേ? ചെറിയ വലിപ്പ ചെറുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ചിലരുടെ കാലം ഇച്ചിരി വലുതായതുകൊണ്ട് ഇച്ചിരി വലിയ ഫുട് പ്രിന്റ്സ് കിട്ടും, ചിലരുടെ കാലുകൾ ഇച്ചിരി ചെറുതായതുകൊണ്ട് ചെറിയ ഫുട് പ്രിന്റ്സ് കിട്ടും. എന്നാൽ ഷേപ്പ് ഒക്കെ സെയിം ആയിരിക്കത്തില്ലേ? അതെ. അപ്പൊ എല്ലാവരോടും യെസ് എന്ന് എഴുതണം. ഈ ക്വസ്റ്റ്യൻ നേരെ യെസ്, YES, യെസ്. Trace and guess. Ron is tracing a leaf. You can also collect a few things like leaves, pebbles, a stick, a bangle, bindis. Trace each thing here. എന്താണ്? റോൺ ഇവിടെ കുറച്ച് ഇലകളെ കളക്ട് ചെയ്തിട്ട് അതിന്റെ പുറത്തുകൂടി ഇങ്ങനെ കണ്ടില്ലേ, ഇലയുടെ പുറത്തുകൂടി ഇങ്ങനെ പേപ്പറിൽ വരച്ചെടുക്കുകയാണ്. അപ്പൊ എന്റെ ഇല മാറ്റി നോക്കുമ്പോ എന്താ, പേപ്പറിൽ ഇലയുടെ ഷേപ്പ് കിട്ടും അല്ലേ? രണ്ടാമത്തെ ഇലയുടെ സൈഡ് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്താ, എന്നിട്ട് ഇല മാറ്റി കൊടുത്തപ്പോൾ എന്താ, താഴെ ആ ഇല കിടന്ന ആ ഭാഗത്ത് ആ ഇലയുടെ ഷേപ്പ് കിട്ടി. അങ്ങനെ എല്ലാം ഇങ്ങനെ ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണ്. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്താ, നിങ്ങൾ ഇലകളുടെയും പെബിൾസ് കല്ലുകളുടെയും കമ്പ് സ്റ്റിക്കുകളുടെയും ബാങ്കിൾ വളകളുടെയും ബിന്ദീസ് പൊട്ടുകളുടെയൊക്കെ ട്രേസ് ഒന്ന് വരച്ചിട്ട് ഇവിടെ ഈ സ്പേസിൽ ഒന്ന് വരയ്ക്കാമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളുടെ ട്രേസ് വരയ്ക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈ സ്പേസ് വരച്ചാൽ മതി കേട്ടോ. റൂഹി made 2 different traces of the same ball. റൂഹി എന്താണ്, വീട്ടിലുണ്ടായിരുന്ന ഒരു ബോൾ, ഒരു പാത്രത്തിന്റെ 2 ട്രേസസ് വരച്ചിട്ടുണ്ടേ. How did Ruhi keep the ball to get 2 different traces from it? ഇങ്ങനെയായിരിക്കും 2 ഷേപ്പ്, 2 ട്രേസസ് കിട്ടിയിട്ടുണ്ട്, 2 ഷേപ്പ്. ഒന്നൊരു വലിയ വട്ടം കിട്ടിയിട്ടുണ്ട്, ഒന്നൊരു ചെറിയ വട്ടം കിട്ടിയിട്ടുണ്ട് ട്രേസ് വരച്ചപ്പോൾ. എങ്ങനെയാണ് റൂഹിക്ക് ഒരു പാത്രത്തിന്റെ 2 ട്രേസ്, 2 പടങ്ങൾ വരയ്ക്കാൻ പറ്റിയത്? എങ്ങനെയാവും? ഒന്ന് ആ പാത്രം ഇങ്ങനെ നേരെ വെച്ചിട്ടല്ലേ, എന്നിട്ട് താഴത്തെ കുഞ്ഞു സർഫസിന്റെ ട്രേസ് വരച്ചെടുത്തു. രണ്ടാമത് എന്ത് ചെയ്തു? ആ പാത്രം കമിഴ്ത്തി വെച്ചു. കമിഴ്ത്തി വെച്ചിട്ട് ആ വലിയ വട്ടം ഇങ്ങനെ വരച്ചെടുത്തു അല്ലെ? അങ്ങനെയല്ലേ 2 ട്രേസ് കിട്ടിയത്? ഒരേ പാത്രത്തിന്റെ 2 ട്രേസ് കിട്ടി. Look for other things like Ruhi's ball which can make different traces. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വീട്ടിലുള്ള മറ്റു വസ്തുക്കൾ എന്തെങ്കിലും ആകും, എന്ത് വസ്തുവിന്റെ ആണെങ്കിലും ഒരേ വസ്തുവിന് 2 ട്രേസ് വരയ്ക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതെല്ലാവരും നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. വീട്ടിലുള്ള മറ്റേതെങ്കിലും വസ്തുവിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ 2 ട്രേസസ് വരയ്ക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് നോട്ട്ബുക്കിൽ തന്നെ ചെയ്യണം എല്ലാവരും. എന്നിട്ട് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് പിക്ക് തരണം. ഡു അറ്റ് ഹോം. ഇനി വീട്ടിൽ ചെയ്യാനുള്ള അടുത്ത കാര്യമാണ്, ഓൺ എ ന്യൂസ് പേപ്പർ ട്രേസ് the hands of different people in your family. Ask your friends to guess which trace is of your hand, your mother's, your father's, etc. നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെക്കുക. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പേപ്പർ ആണല്ലോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വാപ്പായുടെയും ഉമ്മായുടെയും അനിയന്റെയും അനിയത്തിയുടെയും അല്ല ചേട്ടന്റെയും ഇത്തിയുടെയും എല്ലാവരുടെയും കൈയുടെ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈയുടെ പുറത്തുകൂടി ഇങ്ങനെ വരച്ച് ആ പേപ്പറിൽ വരയ്ക്കാൻ, ട്രേസ് വരയ്ക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ അത് നിങ്ങൾ നിങ്ങളുടെ അപ്പുറത്തുള്ളവരോടോ, ഇപ്പൊ കൂട്ടുകാരോടൊന്നും പോയി നമുക്ക് സ്കൂളിലൊന്നും വന്ന് കൂട്ടുകാരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റാര് വീട്ടിൽ വരുന്നവരാവാം, അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മളോട് ദിവസം സഹകരിക്കുന്ന മറ്റാരോടെങ്കിലും ആവാം, ആരോടെങ്കിലും ചോദിക്കണം ഇതാരുടെ ആവും, ഈ
5-6 പടങ്ങളാണല്ലേ, വാപ്പാട, ഉമ്മാട, നിങ്ങട, അനിയന്റേത്, അല്ലെങ്കിൽ ഇത്തിയുടേത്, അല്ലെങ്കിൽ ഇക്കാടത്, അങ്ങനെ 3-4 പടങ്ങളല്ലേ. ഇത് ആരുടെയാണെന്ന് പറയാമോ എന്ന് ചോദിക്കണം. വാപ്പിയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ, നിങ്ങളല്ലേ ട്രേസ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം അവരോട്. ആരുടെ കൈയുടെ ട്രേസ് ആണ്, ഇത് ആരുടെ കൈയാന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റീഡ് ആൻഡ് ഡ്രോ. ഇത് വായിച്ചിട്ട് അത് വരയ്ക്കണം, ബാക്കിയുള്ളത് വരച്ചു ചേർക്കണം. തമന്ന ആൻഡ് ഹെർ മദർ ആർ സിറ്റിംഗ് ഓൺ ചെയർസ്. തമന്നയുടെ അമ്മയും എന്താണ്, ഒരു കസേരയിൽ ഇരിക്കുക അല്ലെ. തമന്ന ഈസ് റീഡിംഗ് എ സ്റ്റോറി ബുക്ക്. തമന്ന എന്താണ്, തമന്ന കൊച്ചുകുട്ടിയെ, തമന്ന ഒരു സ്റ്റോറി ബുക്ക്, കഥ ബുക്ക് വായിക്കുകയാണ്. ഹർ മദർ ഈസ് റീഡിംഗ് എ ന്യൂസ് പേപ്പർ. അമ്മയോ, അമ്മ എന്താ ചെയ്യുന്നത്, ഒരു ന്യൂസ് പേപ്പർ വായിക്കുക അല്ലെ. തമന്ന ആൻഡ് ഹർ മദർ ആർ സിറ്റിംഗ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു വശത്ത് അമ്മയും മറുവശത്ത് തമന്നയും ഇരിക്കുകയാണ്. തമന്ന എന്താ വായിക്കുന്നത്, സ്റ്റോറി ബുക്ക് വായിക്കുന്നു. അമ്മയോ ന്യൂസ് പേപ്പർ വായിക്കുന്നേ. രണ്ടുപേരും കസേരയിൽ ഇരിക്കുകയാണെ. ഡ്രോ ദ മിസ്സിംഗ് തിങ്സ് ഇൻ ദ പിക്ചർ. നോക്കി, ഇവിടെ തമന്നയുടെ പടവും തമന്നയുടെ കുറച്ച് കണ്ടില്ലേ, തമന്നയുടെ പടം പോലും കംപ്ലീറ്റ് അല്ല, അമ്മയുടെ പടമുണ്ട്. അമ്മ എന്താ ചെയ്യുന്നത്, ന്യൂസ് പേപ്പർ വായിക്കുന്നു. തമന്ന സ്റ്റോറി ബുക്ക് വായിക്കുന്നു. രണ്ടുപേരുടെ ഇടയിലായിട്ട് ഒരു ടേബിൾ ഉണ്ട്. രണ്ടുപേരും കസേരയിലായിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല നോക്കി. ചെയറിന്റെ പടമില്ല, സ്റ്റോറി ബുക്ക് തമന്നയുടെ കയ്യിലില്ല, ന്യൂസ് പേപ്പർ അമ്മയുടെ കയ്യിലില്ല, ടേബിളിന്റെ പടമില്ല. ഇത്രയെല്ലാവരും ഈ പടത്തിൽ നിന്ന് വരച്ചു ചേർക്കുവോ? തമന്ന ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ടും അമ്മ ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ടും രണ്ടുപേരുടെ ഇടയിൽ ഒരു ടേബിൾ ഉള്ളതായിട്ടും തമന്നയുടെ കയ്യിൽ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ട്, അമ്മയുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഇല്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, ചെയർ, സ്റ്റോറി ബുക്ക്, ന്യൂസ് പേപ്പർ, ടേബിൾ, ഈ 4 സാധനങ്ങളും ഈ പടത്തിൽ തന്നെ വരച്ചിട്ട് മിസ്സിന്റെ ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മോർ ഫൺ വിത്ത് ട്രേസിംഗ് വെച്ച് നമുക്ക് ഒരുപാട് രസമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാം. Collect some things such as potato, a bottle cap, a matchbox cover, a sharpener, an eraser, a spoon, a bus ticket, a coin, a straw. You can also bring other things. Trace each of these. Ask your friends to guess. ഇത് നിങ്ങൾ എല്ലാവരും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നോക്കിയേ, ഇവിടെ എല്ലാവരും ഇവിടെ വരച്ചില്ല, നോട്ട്ബുക്ക് ചെയ്താൽ മതി. നോട്ട്ബുക്കിലാകുമ്പോൾ കുറച്ചുകൂടെ സ്ഥലം കിട്ടും അല്ലെ. ഇവിടെ എല്ലാം കൂടെ വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും പേജ് നമ്പർ 42 മസ്റ്റ് ആയിട്ടും എല്ലാവരും നോട്ട്ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ, ഒന്നെങ്കിൽ പൊട്ടറ്റോ എടുക്കുക, കിഴങ്ങ് എടുക്കുക, ബോട്ടിൽ ക്യാപ്പ് എടുക്കുക, കുപ്പിയുടെ അടപ്പ്, മാച്ച് ബോക്സിന്റെ കവർ, തീപ്പെട്ടിയുടെ കവറ്, ഷാർപ്നർ, നിങ്ങളുടെ പെൻസില് കട്ട് ചെയ്യുന്ന കട്ടറിന്റെ ട്രേസ്, ഇറേസർ, റബ്ബറിന്റെ ഷേപ്പ് വരയ്ക്കാം, സ്പൂണിന്റെ ട്രേസ് വരയ്ക്കാം, ബസ് ടിക്കറ്റ്, കോയിൻ, സ്ട്രോ, വീട്ടിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു 10-15 ട്രേസുകൾ എല്ലാവരും നോട്ട്ബുക്കിൽ വരക്കണം കേട്ടോ. ഒരു പേപ്പർ തികയത്തില്ല, 2-3 പേപ്പർ എടുത്തിട്ടാണ് നിങ്ങൾ വരച്ചോടുക. കാരണം എന്താണെന്നറിയാവോ, ഇതെല്ലാവരും ചെയ്താലേ അടുത്ത എക്സസൈസ് പേജ് നമ്പർ 43 ആ ബോക്സ് നമുക്ക് ചെയ്യാം, ഈ എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള പല വസ്തുക്കളുടെ ട്രേസ് എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ചിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ടത്? പേജ് നമ്പർ 42 ആ ക്വസ്റ്റ്യൻ, വീട്ടിലുള്ള പല വസ്തുക്കളുടെ ട്രേസ് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. അടുത്തത് റൂഹി ബൗള് വെച്ചിട്ട് എന്താണ് 2 ട്രേസ് ഉണ്ടാക്കിയല്ലേ. അപ്പൊ 2 ട്രേസ് പേജ് നമ്പർ 40 2 ട്രേസ്, ഒരേ വസ്തുവിന്റെ 2 ട്രേസ് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫിഗറും നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യണം. നോക്കി, ഈ റൂഹി ചെയ്ത പോലെ റൂഹി ഒരു ബൗളിന്റെ 2 ട്രേസ് വരച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വസ്തുവിന്റെ 2 ട്രേസ് നിങ്ങൾ വരയ്ക്കുന്ന ഈ ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ട്ബുക്കിൽ look for other things like Ruhi's bowl which can give many different traces. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. പിന്നെ എന്താണ്, ഈ പാറ്റേൺ സ്റ്റെപ്സിന് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ വരച്ചാൽ മതി. മറ്റെല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. റൂഹിന്റെ ആ പ്രോബ്ലവും പിന്നെ പേജ് നമ്പർ 42 നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്യണം. പിന്നെ ന്യൂസ് പേപ്പറിൽ പാപ്പാടെ ഉമ്മാടെയും കൈ വരയ്ക്കാൻ മിസ് പറഞ്ഞില്ലേ, അതെല്ലാവരും പേപ്പറിൽ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് രസമല്ലേ, ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഈ ചാപ്റ്റർ.
എല്ലാവരും ചെയ്ത് നോക്കുക. ഓൾ ദ ബെസ്റ്റ്.